ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസംന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. വിവർത്തനം: പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. ഭാവാർത്ഥം: ജീവാത്മാവ് എന്ന നിലയിൽ തൻ്റെ മൂലസ്വരൂപം എന്തെന്നറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സന്യാസയോഗം അല്ലെങ്കിൽ ഭക്തി. ജീവാത്മാവിന് തൻ്റേതായൊരു സ്വതന്ത്ര അസ്തിത്വമില്ല. പരമപുരുഷന്റെ തടസ്ഥ ശക്തിയാണത്. ഭൗതിക ശക്തിയിൽ അകപ്പെട്ടു പോയപ്പോൾ ബദ്ധനായി. കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ, ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ബോധം വരുമ്പോൾ ആത്മാവിന് തൻ്റെ സ്വാഭാവിക അവസ്ഥ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് നേടിയ ഒരാൾ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ത്യജിക്കും. അവയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും നിർത്തും. ഭൗതിക ആസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന യോഗികളും ഇതിനു വേണ്ടിയാണ് പരിശീലിക്കുന്നത്. എന്നാൽ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് കൃഷ്ണനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റൊന്നിലും തൻ്റെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുവാൻ സന്ദർഭവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരേ സമയം തന്നെ സന്യാസിയും യോഗിയുമാണ് കൃഷ്ണാവബോധവാനായ വ്യക്തി. ജ്ഞാനയോഗ പദ്ധതികളിൽ നിർദ്ദേശിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയ ദമനത്തിൻ്റെയും ഉദ്ദേശ്യങ്ങൾ കൃഷ്ണാവബോധത്തിൽ തനിയെ നിറവേറ്റുന്നു. സ്വാർത്ഥ താൽപ്പര്യം മുൻനിർത്തിയുള്ള പ്രവർത്തികൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ജ്ഞാനമാകട്ടെ യോഗമാകട്ടെ ഒരു പ്രയോജനവും ചെയ്യില്ല. സ്വാർത്ഥപരമായ ഏതു സംതൃപ്തിയും കണക്കാക്കാതെ പരമപുരുഷന് പ്രീതികരമായതു ചെയ്യാൻ തയ്യാറാവുകയാണ് ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. കൃഷ്ണാവബോധമാർന്ന മനുഷ്യന് സുഖാനുഭോഗങ്ങൾക്കുള്ള ആഗ്രഹവും ഉണ്ടാവില്ല. അയാൾ എപ്പോഴും ഭഗവത് പ്രീണനത്തിൽ മുഴുകിയിരിക്കും. പരമപുരുഷനെക്കുറിച്ചറിയാത്തവനാണ് സ്വാർത്ഥപൂർത്തിക്കായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്. നൈഷ്കർമ്മ്യാവസ്ഥയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. കൃഷ്ണാവബോധ പരിശീലനം വഴി എല്ലാ ഉദ്ദേശ്യങ്ങളും പൂർണ്ണമായി ഫലവത്താകുന്നു. ശ്ലോകം 3. ആരുരുക്ഷോർമുനീർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. വിവർത്തനം: അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. ഭാവാർത്ഥം: പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നതിനെ യോഗം എന്ന് പറയുന്നു. അത്യുന്നതമായ ആത്മസാക്ഷാത്കാരം നേടാനുള്ള കോണിയായി അതിനെ കണക്കാക്കാം. ഈ കോണിയുടെ പടികൾ ഒരു ജീവന് ഏറ്റവും താഴ്ന്ന ഭൗതിക തലങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധമായ ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തോളം എത്തുന്നു. ഉയർച്ചയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ പടികളും വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ കോണിയെ പൊതുവെ യോഗമെന്ന് വിളിക്കാമെങ്കിൽ അതിനെ 3ആയി വിഭജിക്കാം. ഇതിന് ഓരോ ഭാഗത്തിനും ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ പേർ കൊടുക്കാം. ആദ്യത്തെ പടി യോഗാരുരുക്ഷവും ഒടുവിലത്തേത് യോഗാരൂഢവുമാണ്. അഷ്ടാംഗയോഗ പദ്ധതിയിൽ ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തുന്നതുകൊണ്ടും ആസന ഭേദങ്ങളുടെ പരിശീലനം വഴിയായും ധ്യാനത്തിന് തുടക്കമിടാൻ ചെയ്യുന്ന ആദിമ പരിശീലനങ്ങളെ ഏറെക്കുറെ ശാരീരിക വ്യായാമങ്ങളാണവ ഫലോദ്ദിഷ്ട കർമ്മങ്ങളായി കണക്കാക്കാം.
അത്തരം പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ നിയന്ത്രണത്തിനു വേണ്ടുന്ന പൂർണ്ണ സമതുലിതാവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുന്നു. ധ്യാന പരിശീലനത്തിൽ തികച്ചും വിജയിച്ച ഒരാൾക്ക് മനക്ഷോഭങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും. കൃഷ്ണാവബോധമാർന്ന വ്യക്തിയാകട്ടെ എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ്. എപ്പോഴും കൃഷ്ണ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കയാൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കണക്കാക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.